വെടിനിർത്തൽ പ്രഖ്യാപനമൊക്കെ വന്നതല്ലേ, KPCC പ്രസിഡന്റ് ഇതിനെപ്പറ്റി എന്താ പറയാന്നറിയാലോ എന്ന് വിചാരിച്ച് മൂപ്പരടുത്തേക്കൊന്ന് പോയതാ. അപ്പോൾ ഒരാൾ കട്ടക്കലിപ്പിൽ വഴിമാറിക്കോ നല്ലതാണ്, അല്ലെങ്കിൽ എന്റെ കാല് പൊന്തും, പിന്നെ എന്നെ കുറ്റം പറയരുത്. ഇതെന്താ ഇപ്പോൾ മൂപ്പരിങ്ങനെ കലിപ്പയക്കണത് എന്ന് ആലോചിച്ച് നിന്നപ്പോണ്ട് വേറൊരാള് ട്രാക്ക് മാറ്റി ഇന്ന് രാവിലെ DCC എന്ന് വിളിച്ചു പറയുമ്പോഴാണ് ഞാൻ കാര്യം അറിയുന്നേ. AICCയുടെ പുതിയ തീരുമാനം വന്ന് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു. ഒഴിവാക്കിക്കളഞ്ഞല്ലേ. ഇപ്പൊ കാര്യം പിടികിട്ടി. ഇപ്പോൾ സണ്ണി ജോസഫ് MLA KPCC പ്രസിഡന്റായിട്ട് AICCയുടെ ഉത്തരവ് വന്നിട്ടുണ്ട്. ഈ തിരക്കിന്റെ ഒക്കെ ഇടയിൽ നൈസായിട്ട് സുധാകരേട്ടനെ അങ്ങോട്ട് മാറ്റി. നമ്മളെ KPCC പ്രസിഡന്റ് K സുധാകരൻ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള നേതാവാണ്. ഇപ്പോൾ KPCC പ്രസിഡന്റായിട്ട് വന്നിരിക്കുന്ന പുതിയതായി നിയമിതനായിട്ടുള്ള ആളും കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി ദീർഘകാലം ഉണ്ടായി ഒരാളാണ്. വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട, മൂപ്പരെ മാറ്റി, അതന്നെ. എല്ലാം മാറ്റിയല്ലോ. അല്ല, ഇതിപ്പോ എന്ത് ഓപ്പറേഷൻ ആയിരുന്നു? ഓപ്പറേഷൻ സുധാകരനും. എന്തായാലും സന്തോഷത്തോടെ സ്വീകരിക്കുക, വേറെ വഴിയില്ലല്ലോ. ഞങ്ങളെല്ലാം സന്തോഷത്തോടു കൂടി പുതിയ പ്രസിഡന്റിനെ സ്വീകരിക്കുന്ന ഒരു മുഹൂർത്തമാണ് ഈ മുഹൂർത്തം. അതെ അതെ, ഷാളും പൊന്നാടൊക്കെ സണ്ണി ജോസഫിന് കിട്ടണ മുഹൂർത്തം. ഇവിടെയല്ലേ ഒരു ഷാള് മൂപ്പർക്ക് ഇട്ട് കൊടുക്കും, മൂപ്പര് ചോദിച്ച സ്ഥിതിക്ക്. ഓ, തൽക്കാലത്തിന് ഒരു ഷാള് കിട്ടിയാലോ, സന്തോഷായി മൂപ്പർക്ക്. പാർട്ടി തരുന്ന സാധനം ഏതായാലും എടുക്കുക, പാർട്ടി തരാത്ത സാധനം വിടുക. അല്ല, എന്താ ഇപ്പൊ പാർട്ടി ഇങ്ങനെ ഒരു മാറ്റലുണ്ടായത് എന്നാണ് മനസ്സിലാവാത്തത്. ഈ ഓപ്പറേഷൻ സുധാകർ ഇപ്പൊ നടത്താനുള്ള കാരണം എന്താണ്? അതിനുള്ള പ്രത്യേക സാഹചര്യം ഇവിടെ ഉണ്ടായി. എന്നാലും എന്തിനാ സുധാകരേട്ടങ്ങളെ മാറ്റിയത്? 4 വർഷമായില്ലേ ഞാൻ ഒരു സ്ഥാനത്ത് ഇരിക്കുന്നത്. 4 വർഷം ഇരിക്കുമ്പോ ചില ആളുകൾക്കൊക്കെ മടുപ്പ് വരൂലേ. അപ്പൊ നിങ്ങൾക്ക് മടുത്തിട്ട് സ്വയം മാറിക്കൊടുത്തതാ? എനിക്ക് വന്നിട്ടൊന്നുമില്ല. കുറച്ചു കാലം കൂടെ ആ കസേരയിൽ ഇരിക്കാന്ന് നല്ല പൂതി ഉണ്ടായിരുന്നു. പക്ഷെ ഡൽഹിയിൽ പോയപ്പോൾ മനസ്സിലായി കസേരയുടെ ആണിക്ക് ചെറിയൊരു ഇളക്കുണ്ട്. ഞാൻ AICC പ്രസിഡന്റുമായും പ്രിയപ്പെട്ട രാഹുൽജിയായും ഞാൻ 2 ദിവസം മുമ്പ് സംസാരിച്ചിരുന്നു. ആ സംസാരത്തിൽ അവർ ഏതാണ്ട് ഒരു തീരുമാനം എടുത്തു എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ തന്നെ മൂപ്പര് ഇതിനോട് പൊരുത്തപ്പെട്ടു, ലാൽ സലാം പറഞ്ഞ് പിരിഞ്ഞു.